എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ചാനൽ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് നവംബർ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Star card, the Hierophant, Nine of Cups, Four of Wands, Flowers, Queen of Pentacles energy. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെയധികം സന്തോഷം, ലാവിഷായിട്ടുള്ള ഒരു മാസമായിരിക്കും. സമൃദ്ധി, ഐശ്വര്യവും ആർഭാടവും ഒക്കെ ഉള്ളൊരു സമയം തന്നെ പറയാം. അതിൽ തന്നെ സ്റ്റാർ കാർഡാണ്. പൊതുവെ ദൈവാനുഗ്രഹം വളരെയധികം കൂടുതലുള്ളൊരു സമയമാണ്. അപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഒരു പടി മുകളിലായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു സമയമെന്ന് പറയാം ഈ ഒരു മാസം. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചിട്ടാണോ കുറച്ചധികം നാളുകളായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം എന്ന് പറയാം. അതേപോലെ തന്നെ സ്റ്റാർ എനർജിയാണ്. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ മുകളിലായിട്ട് എല്ലാം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രതീക്ഷയ്ക്ക് അപ്പുറം കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. സ്വപ്നങ്ങൾ പലരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വപ്നങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു സമയമാണ്. ഭാവിയെക്കുറിച്ചിട്ട് പറയുമ്പോൾ ഭാവിയിലേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടാൻ ആഗ്രഹിച്ചൊരു വളരെ മുന്നോട്ടേക്കുള്ള ഭാവി വളരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പേർപ്പസ് ലൈഫിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. വളരെ നല്ല ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് കാണിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള പല ലിമിറ്റിംഗ് ആയിട്ടുള്ള ചിന്താഗതികളും മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ദൈവിക കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന ഒരു മാസമായിരിക്കും. ക്ഷേത്ര കാര്യങ്ങളിൽ അല്ലെങ്കിൽ അമ്പലം, പള്ളി പോലുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം താല്പര്യമെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ കുടുംബക്ഷേത്രം, ഭരദേവത, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവക പള്ളി, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം കാണിക്കുക, അല്ലെങ്കിൽ ക്ഷേത്രത്തിന് വേണ്ടിയോ പള്ളിക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതും ഒക്കെ ഉള്ളൊരു സമയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർ പ്രത്യേകിച്ച് ട്രൈ ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ട്രൈ ചെയ്യാന്ന് പറയുമ്പോൾ നന്നായിട്ട് പഠിച്ച് എഴുതുന്നവർക്ക് മാത്രമല്ല, ഇപ്പോൾ നല്ല റാങ്കൊക്കെ വേണ്ടി വരുന്ന തരത്തിൽ ഉയർന്ന റാങ്ക് അനിവാര്യമായിട്ടുള്ള സമയത്തിൽ അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ വലിയ റാങ്കോടുകൂടി പാസ്സാവാൻ പറ്റുന്നുണ്ട് പഠിച്ച് എഴുതുന്നവർക്ക്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഇന്ന രീതിയിൽ പാസ്സായാൽ മതി എന്നുള്ളവർക്കും സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഒത്തിരി ഭാഗ്യമുള്ള സമയമാണ്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ പഠിച്ചില്ലെങ്കിൽ കൂടിയും സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. എന്ന് വെച്ചിട്ട് ഒട്ടും പഠിക്കാതെ പോയാൽ പരീക്ഷയിൽ വിജയിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹയറോഫന്റ് എനർജിയാണ്. പൊതുവെ ഈ ഒരു മാസം നിങ്ങൾ വളരെ സമാധാനപ്രിയരായിരിക്കും. എന്ത് കാര്യത്തിലാണെങ്കിലും സമാധാനത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതായിരിക്കും. അനാവശ്യമായിട്ട് വഴക്കും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരോടും സമചിത്തതയോടും ക്ഷമയോടും കൂടിയിട്ട് സംസാരിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു മാസമായിരിക്കും. അതേപോലെ തന്നെ പാരൻസ്, കുട്ടികൾ തമ്മിൽ, അച്ഛനമ്മമാരും മക്കളും തമ്മിൽ വളരെ നല്ലൊരു ബന്ധം നിലനിർത്താനായിട്ട് പറ്റുന്നു. ഇപ്പോൾ അച്ഛനമ്മമാരും മക്കളും തമ്മിൽ മക്കളൊരു പ്രായമായി കഴിയുമ്പോൾ അവർ പറയുന്നത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ അല്ലാതെ പല കാര്യങ്ങളിലും മക്കൾ പറയുന്നത് തിരിച്ചങ്ങോട്ടേക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ പറ്റുന്നതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷമൊക്കെ കാണിക്കുന്നുണ്ട്.
പിന്നെ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ പ്രായമായിട്ടുള്ളവർ മക്കൾ അവരോട് ഒപ്പം സമയം കൂടുതൽ ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. ചില ആളുകൾ മക്കളൊക്കെ ദൂരെ ആയിട്ടുള്ളവരാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ മക്കൾ നിങ്ങൾ നിൽക്കുന്നിടത്ത് വന്ന് താമസിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അതേപോലെ തന്നെ 9 ഓഫ് കപ്സ് എനർജിയാണ്. സ്റ്റാർ ആൻഡ് 9 ഓഫ് കപ്സ് എനർജിയാണ്. വളരെയധികം എന്താ പറയുക, നമ്മൾ ഭാഗ്യവും ദൈവാനുഗ്രഹവും ഏത് രീതിയിൽ കണ്ടാലും രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ലോട്ടറി ശ്രമിക്കാവുന്നതാണ്. എന്ന് വെച്ചിട്ട് എല്ലാ ലോട്ടറിയും ഒന്നും എടുക്കണ്ട. ഒരെണ്ണം എടുത്താൽ നിങ്ങൾക്ക് അത് ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അതിനുള്ളൊരു സാധ്യത ഈ ഒരു മാസം കാണിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ധനം വന്നു ചേരാൻ, നിങ്ങളായിട്ട് സമ്പാദിച്ചതല്ലാതെ മറ്റ് രീതികളിലേക്ക് നിങ്ങളിലേക്ക് ധനം, ചിലപ്പോൾ വസ്തുവകകളായിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് നിങ്ങളിലേക്ക് ധനം വരുന്നതാവാം. ഗിഫ്റ്റ് അതുപോലുള്ള രീതിയിൽ ഇഷ്ടദാനമൊക്കെ ആയിട്ട് ആരെങ്കിലും നിങ്ങളുടെ പേരിൽ എഴുതി വെക്കാതെ, ഇതിപ്പോൾ എല്ലാവരുടെയും കാര്യത്തിലല്ല, എന്നാലും പലരുടെയും കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ചില ആളുകളുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ആവാം, അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം എന്നുള്ള രീതിയിലായിരിക്കാം. അപ്പോൾ ഭാഗ്യം ഉദിച്ചു നിൽക്കുന്നൊരു സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ജാതകത്തിൽ രാജയോഗവും അല്ലെങ്കിൽ അതുപോലെയുള്ള യോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവത്തിൽ വരുന്നൊരു സമയമായിരിക്കും ഈ ഒരു മാസം. വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ്, പൈസ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് നിമിഷത്തിൽ കുറച്ച് ടൈറ്റായിട്ടിരിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നെങ്കിലുമൊക്കെ ധനം നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ അത് എവിടെ നിന്നെങ്കിലും എന്ന് പറയാൻ കാര്യം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തടത്തായിരിക്കും. അതെങ്ങനെയാണ് എവിടെ നിന്നെങ്കിലും എന്ന് ചിന്തിച്ചിരിക്കുന്ന, എങ്ങനെ ധനം എത്തുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എവിടെ നിന്നെങ്കിലും പൂർത്തീകരിക്കാനുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത്, അതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനലാഭം ഉണ്ടാകുന്നു എന്നുള്ളത് കാണിക്കുന്നത്. 4 ഓഫ് വൺസ് എനർജിയാണ്. അതേപോലെ പലരെ സംബന്ധിച്ച് നിങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയിൽ തന്നെ നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ അത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി കൂടുതൽ നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ പാഷൻ നിങ്ങളുടെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി തന്നെ ആയിരിക്കില്ല നിങ്ങളുടെ പാഷൻ. ചിലപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ടാവും, അത് ഒരു സാമ്പത്തിക നേട്ടം, വരുമാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടാവാം ചിലപ്പോൾ, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി തന്നെ നിങ്ങളുടെ പാഷനായിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ പാഷനെ കൂടുതൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് പിന്നെ ചില ആളുകൾ പുതിയ ഹോബീസൊക്കെ എന്തൊക്കെയോ പുതിയ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. പിന്നെ ലവേഴ്സ് എനർജിയാണ്. പ്രണയത്തിൽ ചെന്ന് ചാടാനോ അല്ലെങ്കിൽ പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ അത് വിവാഹത്തിലേക്ക് കലാശിക്കാനോ ഒക്കെ ഉള്ളൊരു സാഹചര്യം ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കാം. ഒരു പക്ഷേ വിദ്യാഭ്യാസപരമായിട്ട്, സാമ്പത്തികപരമായിട്ട്, മറ്റെന്തെങ്കിലും തരത്തിൽ ഒത്തിരി അന്തരമുള്ള ആളുകളായിരിക്കും നിങ്ങൾ വിവാഹം അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തി എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. വളരെ വലിയ വ്യത്യാസം നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ആ ഒരു പ്രണയവും മുന്നോട്ടേക്ക് വിവാഹവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ആവാം സൂചിപ്പിക്കുന്ന വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന, ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ള തലത്തിൽ നിൽക്കുന്ന ആളുകൾ തമ്മിലുള്ളൊരു സൗഹൃദം. ഇവിടെ ഈ ഒരു സൗഹൃദവും വിവാഹം പറയുമ്പോൾ ഓൾറെഡി വിവാഹിതരായിട്ടുള്ളവരിപ്പോൾ ഹസ്ബൻഡും വൈഫും മരിച്ചു പോയിട്ട് പ്രായമായിട്ടുള്ളവരായിരിക്കാം. ആ ഒരു പ്രായമായിട്ടുള്ള ആ ഒരു ആളുകൾ തമ്മിൽ സൗഹൃദങ്ങൾ അവർ പിന്നീട് വിവാഹത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും. വീട്ടിലാണെങ്കിലും ആളുകൾ എന്ത് പറയും, അങ്ങനത്തേക്കൊരു സിറ്റുവേഷൻസ് ഉണ്ടാകാം. എല്ലാവരിലും അല്ല, എന്നിരുന്നാലും അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി സിംഗിൾ പാരൻസ് ആണെങ്കിൽ പ്രത്യേകിച്ച് നല്ല ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളത്.
അപ്പോൾ ജോലി സംബന്ധമായിട്ടൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു സ്വയമേ ഒരു അഭിമാനം തോന്നുന്നുണ്ട്. ഞാനിതൊക്കെ ചെയ്തു, എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ സൈഡായിട്ട് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതും നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.